ഇതാണ് രണ്ടാമത്തെ ക്യാമ്പിൽ ടോയ്ലറ്റ്. 2 എണ്ണം ഉണ്ട്. ആദ്യത്തെ ക്യാമ്പിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. അവിടെ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉണ്ടായി. ഇവിടെ ഇന്ത്യൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു. യെസ്, ഇന്ത്യൻ സ്റ്റൈൽ ക്ലോസറ്റ്. അങ്ങനെ നമ്മൾ 3-ാം ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ക്യാമ്പിൽ നിന്ന് കുത്തനെയുള്ളൊരു കയറ്റം കയറി ഇവിടെ എത്തി. ഈ മുകളിലേക്ക് കയറ്റമാണ്. മരത്തിൻ്റെ മുകളിലൂടെ ബാലൻസ് ചെയ്ത് പോവുകയാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു ക്ലൈമ്പ്. സൈഡിൽ റോപ്പൊക്കെ കെട്ടിയിട്ടുണ്ട് കയറി വരാനായിട്ട്. നമ്മളിന്ന് രാവിലെ 8:20 സ്റ്റാർട്ട് ചെയ്തത്. 1 മണിക്കൂറോളം കുത്തനെയുള്ള കയറ്റമുണ്ടോ, ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്. ഇതുണ്ടോ, ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. അതുപോലെ ഇന്നും മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. മഴ മാറിയപ്പോഴേക്കും ഫോഗായിട്ടോ. മേലെയെല്ലാം ഫോഗാണ്. ഈ സൈഡ് കംപ്ലീറ്റ് ഫോഗ് വന്ന് മൂടി. ഇവിടുത്തെ വെജിറ്റേഷൻസ് വളരെ ഡിഫറെൻ്റാണ് കേട്ടോ. ഇത് ഫോഗ് വന്ന് മൂടി, ഇങ്ങോട്ട് നോക്കിയാലും ഫോഗാണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു റിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കംപ്ലീറ്റ് പാറകളാണ്. ഇതുപോലെ പാറകളുടെ ഇടയിൽ കൂടി വേണം പോകാനായിട്ട്. അതിനിടയിൽ ആ ഓറഞ്ച് റെഡ് കളറിലൊക്കെ ഇല പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ബ്യൂട്ടിഫുൾ ബട്ട് ഡേഞ്ചറസ്. ഇനി കംപ്ലീറ്റ് പാറകളുണ്ട്. പാറയുടെ മുകളിലൊക്കെ പൊത്തിപ്പിടിച്ച് കയറണം ഉണ്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടി വേണം കയറാനായിട്ട്. ആദ്യത്തെ ഒരു 3 മണിക്കൂർ നല്ല കയറ്റമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഈ കയറ്റം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനത്തെ കയറ്റമായി. വെജിറ്റേഷൻ ഫുള്ള് മാറി, ടെറൈനും മാറി. അപ്പോൾ ഇന്ന് മൊത്തം 9 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇതുപോലെ റോക്കി ടെറൈൻ ആയതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും. നമ്മൾ വളരെ പതുക്കെ സൂക്ഷിച്ചാണ് പോകുന്നത്. 8 മണിക്കൂറോളം എടുത്തേക്കാം ഇന്ന്. അപ്പോൾ ഇവിടെ 4:30 ആകുമ്പോഴേക്കും നേരെ ഇരുട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളെത്തുമ്പോഴേക്കും രാത്രിയാവും. ഇതാ പോട്ടർമാർ വരുന്നുണ്ട്. നമ്മൾ പുറപ്പെട്ടതിന് 1 മണിക്കൂർ കഴിഞ്ഞ് പുറപ്പെട്ടതാണ് ഇവർ. അങ്ങനെ പാറകൾക്കിടയിലൂടെ കുറേ ദൂരം നമ്മൾ സഞ്ചരിച്ചു. ഇപ്പോൾ പാറയുടെ സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിരി ഡേഞ്ചറാണ് കേട്ടോ. ആ പാറ കയറ്റം ഇറക്കമുണ്ട്, രണ്ടും ഡേഞ്ചറാണ്. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് ലേക്ക് കാണാവുന്നൊരു പോയിന്റിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു വാട്ടർഫോൾസ് ഒഴുകി വരുന്നുണ്ടോ. ഇച്ചിരി ഫോഗിയാണ്, നമുക്കൊന്ന് കണ്ടുകൂടാ. കുറച്ചുകൂടി കറങ്ങി വരുമ്പോഴേക്കും നല്ലൊരു വ്യൂ കിട്ടും. അങ്ങനെ 5 മണിക്കൂർ നടന്നതിന് ശേഷം നമുക്ക് ലേക്ക് കാണാൻ സാധിച്ചു. ബ്യൂട്ടിഫുൾ. ഇന്ന് ലഞ്ച് ഫുള്ള് മഴ നനഞ്ഞാണ്. മഴ നനഞ്ഞ് ഒരു ലഞ്ച് ബ്രേക്ക്. നൂഡിൽസ്, കപ്പ് നൂഡിൽസ്. ഓ സോ കളർഫുൾ. കളർ കണ്ടോ, വൈബ്രൻറ്റ് കളേഴ്സ്. അതിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ലേക്കും കാണാം. അപ്പോൾ നമ്മൾ വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റം കയറി ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് എത്തി. എനിക്ക് തോന്നുന്നു ഒരു 4000 മീറ്ററെങ്കിലും ഹൈറ്റ് കാണും. ഇതുവരെ നല്ല കയറ്റമായിരുന്നു, വിഷമിച്ചു പോയി.
അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ ലേറ്റായിട്ടോ നമ്മുടെ ക്യാമ്പിലെത്തിയപ്പോൾ. ഏതാണ്ട് 9 മണിക്കൂറിലധികം എടുത്തു. നമ്മൾ 8:20 സ്റ്റാർട്ട് ചെയ്താണ് രാവിലെ. ഇവിടെ എത്തിയപ്പോഴേക്കും 5:45 മൊത്തം ഇരുട്ടായി. പിന്നെ ഹെഡ് ടോർച്ചിൻ്റെ ലൈറ്റിലൊക്കെയാണ് നമ്മൾ ഇവിടെ വന്ന് ചേർന്നത്. ആകെ ടയർഡായിപ്പോയി. നല്ല ഹാർഡ് ട്രെക്കായിരുന്നു. ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. ഇതാണ് ക്യാമ്പ് ഇരിക്കുന്ന ലൊക്കേഷൻ. ഹൗ ബ്യൂട്ടിഫുൾ. ഉണ്ടോ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഇവിടെയായിട്ട് ലേക്ക് നമ്പർ 2. ലേക്കിൻ്റെ തൊട്ടടുത്താണ് ക്യാമ്പ്. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ഫുള്ള് സ്നോ കവേർഡ് മൗണ്ടൻസ് ആണ്. മഴ പെയ്യുന്നത് എല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സ്നോ ആയിട്ടാണ് വന്ന് പതിക്കുന്നത്. നമുക്ക് ഇന്നലെ കുറച്ച് ഹെയിൽ സ്റ്റോൺസ് കിട്ടി. മഴ പെയ്തപ്പോൾ അത് ഹെയിൽ സ്റ്റോണായിട്ട് വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. മലകൾക്കിടയിൽ നിന്ന് കോട പൊങ്ങി വരുന്നുണ്ടോ? ഒഴുകി ഒഴുകി അങ്ങ് നീങ്ങുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റേ. ഇതിനെയാണ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ സാധാരണഗതിയിൽ 3 ദിവസം വരെ സ്റ്റേ ചെയ്യും. പിന്നെ ഇവിടെയാണ് നമ്മുടെ കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഇവിടെ ഒരു പെട്ടിയിരിക്കുന്നുണ്ടോ? ഒരു അലൂമിനിയം ബോക്സാണ്. ഇതെങ്ങനെ ഒരു ചുവന്ന് ഇവിടം വരെ എത്തിച്ചെന്നായിരിക്കും വെള്ളം. നമ്മൾ വെറുതെ നടന്നു വന്നപ്പോൾ തന്നെ ആവശ്യതയായി. ആക്ച്വലി ഇതൊന്നും ഫോറസ്റ്റിൻ്റെ ലാൻഡ് അല്ല കേട്ടോ. ഇതൊക്കെ വന്നിട്ട് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസാണ്. അതായത് അവരോട് ചോദിച്ചാൽ പറയും ഈ മലയുടെ പകുതി എൻ്റെയാണ്, അതല്ലെങ്കിൽ അപ്പുറത്ത് കാണുന്ന മല മറ്റേ ആളുടെയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിവിടെ ക്യാമ്പൊക്കെ പണിയാൻ സാധിക്കുന്നത്. വുഡൻ ക്യാമ്പൊക്കെ പെർമനൻ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ലേക്ക് നമ്പർ 2. നമ്മളുടെ സ്റ്റേയുടെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. കണ്ടോ ഈ ലേക്കിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഫ്രോസൺ ആയിട്ട് കിടക്കുകയുണ്ടോ. ഐസാണ് ഫോം ആയിരിക്കുന്നത്. ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. ഈ ലേക്കിൻ്റെ തീരത്ത് വരെ വന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ എന്താ ഭംഗി. അതും ഈ കളേഴ്സ്, ഓട്ടം കളേഴ്സ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലേക്ക് നമ്പർ 3 and 4 കാണാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്നും കുത്തനെയുള്ള കയറ്റമാണ്. ക്യാമ്പിൽ നിന്ന് നമ്മൾ ഇത്ര വരെ എത്തി. എല്ലാ ദിവസവും ഫസ്റ്റ് നല്ല കയറ്റമാണ്. നല്ല കയറ്റം കയറിയാണ് ഇവിടെ എത്തിയത്. നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ കാണുന്ന ആ ലേക്ക് ഇവിടെയും കുറച്ച് കാണാം കേട്ടോ. അരമണിക്കൂർ മുകളിലേറിയപ്പോഴേക്കും നമ്മളിതാ ലേക്ക് നമ്പർ 3 3ാമത്തെ ലേക്ക്. അപ്പോൾ ലേക്ക് നമ്പർ 3, ഈ ലേക്കിൻ്റെ പേരാണ് കൊയംബോ ലേക്ക്. അപ്പോൾ ഇനി നമ്മൾ 3rd ലേക്കിൽ നിന്ന് 4th ലേക്കിലേക്ക് പോവുകയാണ്. അത് ഏറ്റവും ടോപ്പിലാണ്. അതിൻ്റെ മുകളിൽ വരെ എത്തണം. ആ മൂടൽ മഞ്ഞ് നിൽക്കുന്നുണ്ടോ, അവിടെ വരെ എത്തണം. കൊയംബോ ലേക്ക് എന്ന് പറഞ്ഞാൽ ബീച്ച് വാലി ലേക്ക്, അതായത് എല്ലാത്തിൻ്റെയും നടുക്ക് നിൽക്കുന്ന ലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ചെറിയ വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ഗംബൂട്ടില്ലെങ്കിൽ നടക്കില്ല. ഗംബൂട്ട് ഇട്ട് തന്നെ ഈ ട്രക്കിന് വരാൻ പറ്റത്തുള്ളൂ. ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഓരോരുത്തരൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു പാറമടയുടെ ഉള്ളിലിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അത്
ചെറിയ വാട്ടർഫോൾസൊക്കെ എല്ലായിടത്തും കാണാം. ഇത് കൊയമ്പോ ലേക്ക് തന്നെയാണ്. കൊയമ്പോ ലേക്കിൻ്റെ മറ്റൊരു പേഴ്സ്പെക്റ്റീവ്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് കയറേണ്ടത്. നല്ല കയറ്റാ, ഏറ്റവും ടോപ്പിലെത്തണം. കുറച്ചുകൂടി മുകളിലെത്തിയപ്പോഴുള്ള വ്യൂ മൊത്തം സ്റ്റീപ്പാണ്. നമ്മളങ്ങനെ 4ാമത്തെ ലേക്കിലെത്തി. പക്ഷേ ഫുൾ ഫോഗിയാണ്, ഒന്നും കണ്ടുകൂടാ. അപ്പോൾ നമ്മൾ ഫോഗ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്, അവിടെ റെസ്റ്റ് എടുക്കുവാണ്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ക്ലിയർ. കുറേ നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. ഇപ്പോഴും ഫുൾ ഫോഗിയാണ്, ക്ലിയർ ആവുന്ന ലക്ഷണമില്ല. അപ്പോൾ ലേക്ക് നമ്പർ 4 നമുക്ക് കാണാൻ പറ്റിയില്ല, ഫുള്ള് ഫോഗായിരുന്നു. ഇവിടെയും ഫുള്ള് ഫോഗാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു, പക്ഷേ രക്ഷയില്ല, ഒന്നും കണ്ടുകൂടാ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് കണ്ട, ഒരു ഏലിയൻ ലാൻഡ്സ്കേപ്പ് അല്ലേ. ഫുൾ പാറ ലാൻഡ്സ്കേപ്പ് ആണ്. പാറയുടെ മുകളിൽ കൂടി ചവിട്ടി വേണം ഇറങ്ങാനായിട്ട്. കണ്ടോ, റോക്കി ടെറൈനാണ് ഫുള്ള്. കളർഫുൾ. വാട്ടർഫോൾസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമ്പിൻ്റെ പുറയിലാണ് വാട്ടർഫോൾസ് ഉള്ളത്. ഇതൊരു റിഡ്ജ് പോലെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ വാക്ക് ചെയ്യുന്നത്. അതാ താഴെ നമ്മളുടെ ക്യാമ്പിൻ്റെ ഭാഗങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഏതാണ്ട് 4 മണിക്കൂറുള്ളൂ കേട്ടോ ഇന്നത്തെ ട്രക്കിങ്. 2 ലേക്ക് കണ്ടിട്ട് തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. പക്ഷേ ഒന്നും ക്ലിയർ ആയിരുന്നില്ല, അതാണ് പ്രശ്നം. 3ാമത്തെ ലേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 4ാമത്തെ ലേക്കാണ് ഏറ്റവും സുന്ദരം. മൊത്തം ബർഫാണല്ലോ, സ്നോഫോൾ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല സ്നോഫോളാണ്. ഇന്നലെ കണ്ട സ്ഥലമേ അല്ല, ആകെ മാറി. ഫുള്ള് വെളുത്തിരിക്കുന്നു. ആ മലയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ നോക്കി ഫുള്ള് വെള്ളയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്നോഫോൾ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരു മാഗി കഴിക്കാം. ട്രക്കേഴ്സിൻ്റെ ദേശീയ ഭക്ഷണം. എല്ലാം വെള്ളയായിപ്പോയി. വെള്ളൈ നിറമേ എന്നിട്ട് വീഴുമോ? ഇത് കണ്ടോ, വാട്ടർഫോൾസ് കുറച്ച് കഴിയുമ്പോൾ ഫ്രീസായി പോകട്ടെ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാലേ നമ്മുടെ ട്രെയിൽ കാണാൻ പറ്റില്ല പിന്നെ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ. അടുത്ത ലേക്സൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഈ വെതറിൽ പോയാൽ നമ്മുടെ ട്രെയിലെല്ലാം ബ്ലോക്കായി പോകും. ഫുള്ള് വൈറ്റായി മാറി കേട്ടോ. ഇന്നലത്തെ കളറ് കണ്ടതല്ലേ, ഗ്രീനും യെല്ലോയും ഓറഞ്ച് റെഡ് എല്ലാം ചേർന്ന കളറായിരുന്നു. ഇപ്പോൾ നോക്കി, ഫുൾ വൈറ്റ്. ഏതായാലും ബാക്കി ലേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ സ്നോഫോൾ കാണാൻ സാധിച്ചു. ഇപ്പോൾ ഫൈനൽ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാഗെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോകുന്നു താഴത്തേക്ക്. അപ്പോൾ we are saying goodbye to the base camp. A white farewell. Thank you. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കാം കേട്ടോ. ഗുഡ് ബൈ. ഏതായാലും വെറുതെ ഇല്ല, നല്ലൊരു സ്നോഫോളും വൈറ്റ് ലാൻഡ്സ്കേപ്സും ഒക്കെ കാണാൻ പറ്റി.
നമ്മുടെ ലേക്കിലേക്ക് ഫോഗ് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ കുറച്ച് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പുറത്തൊക്കെ മഴയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 7 ലേക്സ് ട്രെക്കിന് ഇറങ്ങിയിട്ട് 3 ലേക്ക് കാണാൻ പറ്റിയുള്ളൂ കേട്ടോ. 4ാമത്തെ ലേക്കിൽ നമ്മൾ പോയി, പക്ഷേ അത് ഫോഗി ആയിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 5ഉം 4ഉം കണ്ടിട്ട് തിരിച്ചു പോരാനായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. ഇവിടെ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ടിബറ്റിലെ മൗണ്ടൻസാണ് കാണുന്നത്. നംച കേനാമേ നംച പർവ്വത്. ഹാ സൂപ്പർ. ടിബറ്റിലെ പർവ്വത നിരകൾ. അത് പെട്ടെന്ന് അവിടെ ക്ലിയറായി നോക്കി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പാട് സഹിച്ച് ട്രക്കിങ്ങിന് ഇറങ്ങുന്നത്, ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ. നമ്മുടെ ലേക്ക് അവിടെ താഴെ കാണാം. നമ്മൾ കയറി കുറേ ഇങ്ങ് വന്നിട്ടോ. ഫുള്ള് ഗ്ലൂമി വെതറായിരുന്നു, പക്ഷെ ഇതാ ഈ ഭാഗത്ത് ക്ലിയറായി വന്നേക്കുന്നുണ്ട്. നമ്മൾ ഈ പാസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഒരു സൈഡ് മഞ്ഞ് മൂടി കിടക്കുന്നു, മറു സൈഡിൽ പർവ്വത നിരകൾ, പച്ചയായ പർവ്വത നിരകൾ. ടിബറ്റിലെ മലനിരകൾ, നാംചായ് പർവ്വത്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഫുള്ള് സ്നോ കവേർഡ്. മൈ ഗോഡ്, സൂര്യൻ കുറേശ്ശെ വരുന്നുണ്ട്. ആഹാ, എൻ്റെ ബോട്ടിൽ ഞാൻ അങ്ങോട്ട് പോയപ്പം മറന്നു പോയതാണ്. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ആരും എടുത്തില്ല. നൈസ്. ആഹാ, എത്ര ട്രക്കുകൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത പ്രിയ മിത്രമേ, നിന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.